ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു പോകുന്നു, മുമ്പോട്ടാണ് പോകേണ്ടത്. ട്രെയിന് 3-ാം പ്ലാറ്റ്ഫോമിലാണ്. ആ സ്ത്രീക്കൊന്നും പറ്റിയില്ലെങ്കിൽ എന്താ താങ്കളുടെ മാധ്യമ പ്രവർത്തകയായ വനിതയുടെ അഭിപ്രായം? ഒരു സ്ത്രീക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ തിരിഞ്ഞു നോക്കില്ല. ഏതൊരു സ്ത്രീയും, നമ്മുടെ സഹോദരിമാർ, ആത്മാഭിമാനമുള്ള സ്ത്രീ, അവര് തിരിഞ്ഞു നോക്കുമ്പോ പോലീസുകാരൊക്കെ നോക്കുന്നു. ആ സ്ത്രീയെ ഈ വെള്ള ഷർട്ടുകാരൻ സ്പർശിച്ചു എന്നുള്ളത് ആ സ്ത്രീക്കും വെള്ള ഷർട്ടുകാരനും അറിയാം, അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കില്ല. ആ നോട്ടം ഉണ്ടല്ലോ, ആ നോട്ടത്തെ നിങ്ങൾ പോലീസുകാരായിട്ട് AI-യില് ഒരു ചിത്രം ഉണ്ടാക്കിയിട്ട് പോലീസിനെ നേരെ കയർത്തു എന്നുള്ള വ്യാഖ്യാനം കൊടുത്തു. ഒരിക്കലും ഒരു സ്ത്രീ തന്റെ ദേഹത്ത് സ്പർശിച്ചിട്ടില്ലെങ്കിൽ നേരെ പോകുന്ന ഒരു സ്ത്രീ തിരിഞ്ഞു നോക്കില്ല. ഞാൻ അതുകൊണ്ടാണ് ആ ദൃശ്യം ഞാൻ ഒട്ടേറെ തവണ നോക്കി, എന്നിട്ട് ആ ദൃശ്യം ഞാൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി എഴുന്നേറ്റിരുന്നു. വെറുതെ പറഞ്ഞ് വഷളാവല്ല. നിങ്ങളുടെ വീട്ടിലുള്ള ഒരു സഹോദരി, അല്ല, നിങ്ങൾ യുക്തിഭദ്രമായി പറയും. നിങ്ങളുടെ വീട്ടിലുള്ള ഒരു സഹോദരിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ രാഷ്ട്രീയം എല്ലാം വിട്, രാഷ്ട്രീയം നമ്മൾ മാറ്റ്. ഒരു മന്ത്രിയെ, ഒരു ഗവൺമെന്റിനെ ഇടതുപക്ഷമായി പോയി എന്നതുകൊണ്ട് എല്ലാം വിട്. വീണ ജോർജ് എന്ന് പറയുന്ന മുൻ മാധ്യമ പ്രവർത്തക, അത് മാത്രം എടുക്കുക. വീണ ജോർജിന്റെ പൂർവ്വകാല ചരിത്രം ഒരുപക്ഷെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് അറിയില്ലെങ്കിലും ഇന്ത്യ വിഷനിലൊക്കെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരായ സീനിയർ പ്രവർത്തകർക്ക് അറിയാം അവരുടെ ജീവിതം. അതുകൊണ്ട് അവരുടെ കുടുംബവുമായി അടുത്ത ബന്ധം എനിക്കൊക്കെ ഉണ്ടാവുന്നത് ഇന്ത്യ വിഷനിൽ അവര് റിപ്പോർട്ടറായിട്ട് വന്ന ഘട്ടം മുതലാണ്. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഈ ഇടിച്ചു കയറ്റം 5 പേർ ചാവേറുകളായി പോയത് ശരിയോ തെറ്റോ? മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞ് അപായപ്പെടുത്തിയാണ് പ്രതിഷേധങ്ങൾ എല്ലാ പാർട്ടികളുടെ ഭാഗത്തു നിന്നും എല്ലാ തരത്തിലുള്ള അവലംബിക്കേണ്ടതുണ്ടാവും, ആസ്വദിക്കേണ്ടതുണ്ടാവും, നല്ലതുണ്ടാവും, മോശമുണ്ടാവും. ഇതിനകത്ത് പറഞ്ഞ പ്രശ്നങ്ങളേ ഉള്ളൂ. സഖാവ് കഴിഞ്ഞ ദിവസം പരിയാര ആശുപത്രിയിൽ നിന്ന് ഇതാണ് മന്ത്രിയെ ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞ ദൃശ്യം കാണിച്ചു. അതെ, അതൊരു വിഷ്വലായിട്ട് അതിന്റെ ഓഡിയോ രീതിയിലായിട്ട് കൊടുത്തു. ആ കാണിക്കുന്ന ദൃശ്യങ്ങളെ കുറിച്ച് നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഒരാള് അത് ഇത് തന്നെയാണ്, കഴുത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. അതെ, അത് ഇത് തന്നെയാണ്. അത് കരിങ്കൊടിയല്ല, അത് ഗൺമാന്റെ ഷർട്ടാണ്.